അമ്മേ ശരണം ദേവീ ശരണം ചെറിയ പത്തിയൂർ അമ്മേ ശരണം. ചെറിയ പത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ സപ്താഹ ജ്ഞാനയജ്ഞത്തിന്റെ 4-ാം ദിവസമായിരുന്നു ഇന്ന്. ശ്രീമദ് ഭാഗവത പാരായണം, കംസവധം, കാളിയമർദ്ദനം എന്നീ പ്രധാന ഭാഗങ്ങളായിരുന്നു ഇന്ന് പാരായണം ചെയ്തിരുന്നത്. ആധ്യാത്മികവും ഭൗതികവുമായ അഭിവൃദ്ധി കൈവരിച്ചാലേ ഒരു ജീവിതം പൂർണ്ണമാകുകയുള്ളൂ. ഇന്ന് നാം ഭൗതികമായ പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ടെങ്കിലും ആധ്യാത്മികമായ കാര്യങ്ങളിൽ വേണ്ടത്ര മുന്നേറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിയല്ലേ? നാം ഓരോരുത്തരും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണത കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ ഈ ഭൗതികമായ അറിവിനോടൊപ്പം തന്നെ ആധ്യാത്മികമായ അറിവുകളും വേണ്ട കാര്യങ്ങളും കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഗോവിന്ദ പട്ടാഭിഷേകത്തിന് ശേഷം വി.കെ. സുരേഷ് ബാബു സാറിൻ്റെ അടിപൊളി പ്രഭാഷണം ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ സാറിനെ നമുക്ക് ഓരോരുത്തർക്കും പരിചിതമാണല്ലേ. സാറിൻ്റെ ഒരു പ്രഭാഷണം ഇന്ന് എനിക്ക് നേരിട്ട് കേൾക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് സാറിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്നറിയോ? കുഞ്ഞു കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ഒരേ രീതിയിൽ ശ്രദ്ധ ചെലുത്തി ഇരുത്തുവാനായിട്ട് സാറിന് കഴിഞ്ഞു. അങ്ങനെ സാറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം മികവുറ്റ ഒരു പ്രഭാഷണമാണ് സാറ് നമുക്ക് നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലേ. കുഞ്ഞുങ്ങളെയൊക്കെ പാട്ടൊക്കെ പാടിക്കൊടുത്തും കഥയുടെ രൂപത്തിലും തമാശയുടെ രൂപത്തിലും സാർ എന്താണോ അവരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത് അത് സാർ എത്തിച്ചു തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ഒരു പ്രഭാഷണമായിരുന്നു, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ശരിക്കും സാറിൻ്റെ ഒരു പ്രഭാഷണം എനിക്ക് ഇന്നിവിടെ കേൾക്കാൻ കഴിഞ്ഞതിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്ലോഗാക്കി എടുക്കുന്നത് പോലും. എനിക്ക് ഇങ്ങനെയുള്ള ദൈവികമായ കാര്യങ്ങൾ, പോസിറ്റീവ് നൽകുന്ന പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതാണ് എനിക്ക് ഈ ഒരു വ്ലോഗിലേക്ക് എന്നെ നയിച്ചതും. വളരെ അധികം സമയം സാറ് പ്രഭാഷണം നടത്തി, എങ്കിലും വളരെ കുറച്ച് സമയം മാത്രം നടത്തിയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത്ര കണ്ട് സാറ് നമ്മളിലേക്ക് അറിവുകളെ എത്തിച്ചു തന്നിരുന്നു. സമയം പോലും നമ്മൾ പോകുന്നത് അറിയാത്ത രീതിയിൽ അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ലൊരു പ്രഭാഷണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പ്രഭാഷണം തീർന്ന സമയത്ത് ഞാൻ കരുതുകയുണ്ടായി, ദൈവമേ സാറ് ഇത്രയും നേരം പറഞ്ഞിട്ടും ഒരു ശകലം പോലും ബോറടിച്ചില്ലല്ലോ, പെട്ടെന്നത് തീർന്നു പോയല്ലോ എന്നെനിക്ക് തോന്നുകയുണ്ടായി. കുഞ്ഞുങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് കാണാമല്ലോ അല്ലേ. കഴിഞ്ഞ ദിവസത്തെക്കാളും ഒരുപാട് ജനശ്രദ്ധ ഇന്നവിടെ ഉണ്ടാകുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് കേട്ടോ ഈ പ്രഭാഷണം എന്ന് പറയുന്നത്. അത്ര നല്ലൊരു പ്രഭാഷണമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു പ്രോഗ്രാമും കൊള്ളില്ല, അല്ലെങ്കിൽ ഒരു ചടങ്ങും നന്നായിരുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നത്തെ പ്രഭാഷണം എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഒരു നിമിഷമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിരുന്നെന്ന് കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് എത്രത്തോളം മനോഹരമായിരുന്നു എന്ന്. നമ്മുടെ മനസ്സിനെ അവിടെ ഇരുത്താതെ നമ്മുടെ ശരീരം മാത്രം അവിടെ ഇരുത്തിയിട്ട് നമ്മൾ ഈ പ്രഭാഷണം കേൾക്കുകയാണെങ്കിലേ നമുക്കത് ഭയങ്കര ബോറായിട്ട് തോന്നും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരവും ഒന്ന് ഒരുപോലെ ഇരുത്തി നോക്കാമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പ്രഭാഷണത്തിന് ശേഷം ഉച്ചയ്ക്കുള്ള ആഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതായത് ഭഗവാന് പ്രസാദം നേദിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാറുള്ളത്. അപ്പോൾ ഭഗവാന് പ്രസാദം നേദിക്കാനായിട്ട് എത്തുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭവങ്ങളും ഭഗവാന്റെ മുൻപിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ഭഗവാനെ നേദിച്ച് അത് ഭഗവാന്റെ സംതൃപ്തി അടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഓരോരുത്തർക്കും അത് നൽകുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ അന്നദാനം വഴിപാടായി സമർപ്പിച്ചത് ശ്രീ സതീശൻ ഉണ്ണിശ്ശേരിൽ പത്തിയൂർ കിഴക്ക്. അപ്പം സാറായിരുന്നു ഇന്നത്തെ അന്നദാനം അവിടെ വഴിപാടായിട്ട് സമർപ്പിച്ചത്. അപ്പം എല്ലാവരും അത് ഭഗവാനെ നേദിക്കാനായിട്ട് അന്നദാനം സമർപ്പിച്ച കുടുംബവും അവിടെയുള്ള ഭക്തജനങ്ങളും എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങൾ എല്ലാവരും ഉദ്ദേശിച്ചത് മൊത്തം ആൾക്കാരെ അല്ല കേട്ടോ, കൂടെ വന്നിട്ടുള്ള ആൾക്കാരെയാണ്. ഓരോരുത്തരുടേതായിട്ട് പേരെടുത്ത് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഭഗവാനെ നേദിക്കാനായിട്ട് പോകുകയാണ്. പ്രസാദം ഭഗവാന്റെ മുൻപിൽ കൊണ്ടുവന്ന് ഭഗവാൻ സന്തോഷമായി അത് ഭക്ഷിച്ചതിന് ശേഷമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അപ്പോൾ ഒരു മഹത്തരമായ ചടങ്ങ് എൻ്റെ ജീവിതത്തിൽ ഞാൻ സപ്താഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും സത്യസന്ധമായി ഞാൻ പറയുന്നു, ഈ ഒരു ചടങ്ങ് ഇത്ര അടുത്ത് നിന്ന് കാണുന്നതും ഇതിൽ ഇത്രയും ഇതായിട്ട് പങ്കുചേരാൻ കഴിഞ്ഞതും എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷവും പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണാനും ഇങ്ങനെ ഇതിലൊക്കെ പങ്കുചേരാനും സാധിച്ചതിൽ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ്.
നമ്മൾ എന്തൊക്കെ വിഭവങ്ങളാണോ ഇന്ന് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം നമ്മൾ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവരും. ഒന്നും തന്നെ മാറ്റി വെക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നപ്പം ചോറിനൊപ്പം അവിയൽ, തോരൻ, അതുപോലെ തന്നെ ബീട്രൂട്ട്, അച്ചാറ്, സാമ്പാർ, പച്ചമോര് എന്നീ ഐറ്റമായിരുന്നു നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇത്രയും വിഭവങ്ങളും ഭഗവാന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അന്നദാനം വഴിപാടായി നൽകിയ കുടുംബമാണ് അത് ഭഗവാന്റെ മുൻപിൽ വിളമ്പിയത്. അവർക്ക് നല്ല സന്തോഷങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകട്ടെ. എല്ലാവർക്കും, ഈ ചടങ്ങിൽ പങ്കെടുത്തവർക്കും ഇത് കാണുന്നവർക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും സർവേശ്വരനും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ ഈ സപ്താഹം പോലുള്ള കാര്യങ്ങൾ ബ്ലോഗാക്കി ചെയ്യുന്നത് എന്തെന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക. ഒരുപക്ഷെ നമ്മൾ സപ്താഹത്തിന് പോയി മടങ്ങാറായിരിക്കും പതിവ്. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ലായിരിക്കും. അങ്ങനെ ശ്രദ്ധിക്കാനായിട്ടൊരു അവസരമായിക്കോട്ടെ ഈ വ്ളോഗ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നതും. ഇനി ഭഗവാനെ നേദിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്കാണ് പതിവ് പോലെ ആഹാരം നൽകുന്നത്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ആഹാരം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്, അല്ലേ? ഭഗവാനുള്ളത് കഴിഞ്ഞു, ഇനി ഭഗവാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭഗവാന്മാർക്കും ഏറ്റവും ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. അതിനൊരു കാരണമുണ്ടല്ലേ, അവരുടെ മനസ്സിൽ കളങ്കമില്ല. അവരിതേ നല്ല പ്രാർത്ഥനയോടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ പ്രാർത്ഥനയിലൂടെ അന്നം തന്ന ദൈവത്തിന് നന്ദി അവർ പറയുകയാണ്. അവർ ഒരേ സ്വരത്തിൽ അവരുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല, അത് അവരുടെ തെറ്റല്ല. ഒരുപക്ഷേ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്, അവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും. എങ്കിൽ പോലും അവരുടെ ആ ഒരു മനസ്സ് കളങ്കമില്ലാത്തതായതുകൊണ്ട് ഭഗവാൻ അത് സ്നേഹത്തോടെ കൈക്കൊണ്ടുകൊള്ളും. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും നല്ല ശമ്പളമൊക്കെ പൂട്ടി ഇങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു, എനിക്ക് തോന്നുന്നു ചെറിയവത്തിയൂർ പഠിക്കുന്ന അവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണോ എന്നെനിക്കൊരു സംശയം തോന്നിപ്പോയി. ഒരുപക്ഷേ ഇനി വേറെ ദേവാലയങ്ങളുടെ അടുത്ത് സ്കൂളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ പരിചിതമായിട്ടുള്ളത് ചെറിയവത്തിയൂർ അമ്മയുടെ മണ്ണിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു വലിയ ഒരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ട്. അവർ വളർന്നു കഴിഞ്ഞാലും അവർക്കൊരു തലമുറ അടുത്ത തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാൻ വിധം അവരിലേക്ക് ആത്മീയമായ ഒരു ചൈതന്യം ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കും ഇതിലൂടെ. അവർ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഞങ്ങൾക്കൊന്നും ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രഭാഷണം നടത്തി തന്ന ശ്രീ VK സുരേഷ് ബാബു സാർ അവരോടൊപ്പം തന്നെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു. അപ്പം വളരെ സന്തോഷമായി, സാറിന് സന്തോഷമായി, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. അപ്പോൾ നമ്മൾക്ക് എന്താണ് പറയുന്നത്, നമ്മൾ ആഹാരം വിളമ്പി കൊടുക്കുന്ന ആളും അല്ലെങ്കിൽ അത് കഴിക്കുന്നവരും ഒരേ സന്തോഷത്തോടെ അവർക്കത് തൃപ്തിയാകണം, അല്ലേ? അപ്പോൾ ആ ഒരു കുടുംബത്തെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സതീഷേട്ടനാണത്. സതീഷേട്ടനും സതീഷേട്ടൻ്റെ കുടുംബക്കാരും എല്ലാവരും കൂടി ഇരുന്നാണ് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആഹാരം കഴിക്കുന്നു. വെളിയിൽ നല്ല അടിപൊളി ക്യൂ ആണ് കേട്ടോ. അടിപൊളി ക്യൂവും വെളിയിൽ നല്ല തിരക്കുമാണ്. അപ്പം ഞാനിപ്പോൾ അകത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇവരുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്നു. അവരൊക്കെ കഴിക്കുന്നത് കണ്ടും ആ കുഞ്ഞുങ്ങൾ കഴിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ നിന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ വെളിയിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. പതിവുള്ള ദിവസത്തിനേക്കാളും കൂടുതലായിട്ട് ഒരു വലിയ ക്യൂ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത് നമുക്ക് സന്തോഷമുള്ളല്ലേ. എത്രത്തോളം ജനങ്ങൾ വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഭക്തർ വരുന്നു എന്നുള്ളത് അമ്മയ്ക്കും സന്തോഷമാണ്. നമ്മുടെ ചെറിയത്തൂരമ്മയ്ക്ക് വളരെയധികം സന്തോഷമാണല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നത്. അപ്പം ഇന്ന് തന്നെ നമുക്ക് കാണാൻ അവിടെ സാധിച്ചത് നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. എനിക്ക് വലിയൊരു സന്തോഷം തോന്നി കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം. ഇന്നിപ്പോൾ അവിടെ യോഗ അവിടെ നമുക്കൊരു അവതരണം ഉണ്ടായിരുന്നു. വിദ്യാധിരാജയിലെ കുട്ടികളായിരുന്നു യോഗയുടെ അവതരണം നടത്തിയത്. വളരെ മികച്ച പ്രകടനമായിരുന്നു അവർ ഓരോരുത്തരും കാഴ്ചവെച്ചത്. എനിക്ക് മുഴുവനും കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ അകത്തായിരുന്നു. ഞാൻ വെളിയിൽ വന്നപ്പോഴത്തേക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള ആ ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. നല്ല മികച്ച പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചത്. കൊച്ചു കുട്ടികളുടെ കഴിവിന് മുൻപിൽ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ട് ഞാൻ നിന്ന് പോയി കേട്ടോ. അവർ കാണിക്കുന്ന ഓരോരോ, എനിക്കിതിൻ്റെ പേരുകളൊന്നും അറിയില്ല കേട്ടോ. ഇവർ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും മക്കൾ അവർ ഓരോരുത്തരും ചെയ്തത് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനോടൊപ്പം തന്നെ അവിടെ ഒരു സൈഡിൽ അന്നദാനം നടക്കുന്ന സമയത്ത് ഇപ്പുറത്ത് കുറച്ച് സമയം ജനങ്ങൾക്ക്, നമ്മുടെ ഭക്തർക്ക് എല്ലാവർക്കും മുൻപിൽ വിദ്യാധിരാജയിലെ കുട്ടികൾ നല്ല രീതിയിൽ പ്രകടനം നടത്തി യോഗ അവതരിപ്പിച്ചു.
അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ പതിവിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു ഇന്നവിടെ. ആൾക്കാരെല്ലാം ആഹാരം കഴിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അവരിൽ എല്ലാവരുടെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഫോണും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ചിലവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ കുട്ടി എന്താ ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നതെന്ന്. അവർക്കറിയത്തില്ലല്ലോ എനിക്കിത് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു കാര്യം ചിത്രീകരിച്ച് എല്ലാവരെയും കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. അല്ലാതുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാൻ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പകർത്തി വെച്ച് കഴിയുമ്പോഴേ പിന്നീട് നമുക്കത് കാണുമ്പോഴത്തേക്ക് വലിയ സന്തോഷം തോന്നും. അപ്പം ഞാൻ കണ്ടത് അവിടുത്തെ ആ ഒരു എല്ലാവരും തമ്മിലുള്ള ആ ഒരു ഐക്യമായിരുന്നു എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു. എല്ലാവരും നല്ല ഒത്തൊരുമയോടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇതിപ്പോൾ അകത്ത് ചോറ് കൊടുക്കുന്നതാണ് കേട്ടോ. പുറത്ത് വേറെ ക്യൂ ഉണ്ട്. ഇതിപ്പോൾ രണ്ടാമത് നമ്മൾ കഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വയറ് നിറച്ച് ആഹാരം തരും. അപ്പം അതിൻ്റെ കൂടെ പച്ചമോരൊക്കെ ഉണ്ട്. പച്ചമോരും രണ്ടാമത് ചോറും കൊടുക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ചേച്ചിമാരൊക്കെ വളരെ നല്ല നിറഞ്ഞ മനസ്സോടെയാണ് അവർക്കത് വിളമ്പിയൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തരുന്ന ചോറ് തീർന്നു പോയി കഴിഞ്ഞാൽ വയറ് നിറഞ്ഞില്ല എന്നുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് വയറ് നിറച്ച് നമ്മൾ കൊടുക്കണം ആർക്കാണെങ്കിലും. എങ്കിലല്ലേ അതുകൊണ്ടൊരു അർത്ഥവും പൂർണ്ണതയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതിനുദാഹരണമാണ് ദേ കണ്ടില്ലേ, ആഹാരം എത്ര വേണമെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ മതി എന്ന് പറയുന്ന അവരുടെ കണക്ക് എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് തന്നുകൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. ചേച്ചിമാർ അതിന് റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നത് അകത്ത് ഇങ്ങനെ നമുക്ക് രണ്ടാമത് ചോറ് തരുന്ന ഒരു ഇതാണ്. അപ്പോൾ വെളിയിൽ നല്ല ശരിക്കും പറഞ്ഞാൽ ക്യൂ ഇപ്പോഴും കുറഞ്ഞിട്ടൊന്നുമില്ല. സമയം ഒരു 2, 2:30 ആയിട്ടുണ്ടെങ്കിലും നല്ല ക്യൂ ഉണ്ടായിരുന്നു. നല്ല ക്യൂ. അപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് ആ ഒരു വിശപ്പ് ആൾക്കാർക്ക് നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയവും കൂടെ ആയപ്പോഴത്തേക്ക് ശരിക്കും നല്ല ടേസ്റ്റ് തന്നെ കിട്ടും ഭക്ഷണത്തിനല്ലേ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ സപ്താഹത്തിനൊക്കെ പോയി കഴിക്കുന്ന ആഹാരത്തിനൊരു പറയാൻ പറ്റാത്ത ലെവൽ ടേസ്റ്റാണല്ലേ. എന്തോ ഒരു നനത്തൊരു ഭയങ്കര ഒരു ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. നമ്മളിങ്ങനെ ചെന്ന് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാ കറികൾക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സപ്താഹം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സപ്താഹത്തിന് ഇന്ന് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ശരിക്കും നല്ല ഒരു ടേസ്റ്റിൽ ആഹാരം കഴിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഞാൻ ഫോണും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ് കേട്ടോ. ഈ പെണ്ണ് എന്തൊക്കെയായിരിക്കും കവർ ചെയ്യുന്നതെന്നുള്ള ആ ഒരു പേടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു ഇന്നെന്ന്. കണ്ടില്ലേ നല്ലതുപോലെ തിരക്കുണ്ടായിരുന്നു. നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളും തിരക്കായിരുന്നു എനിക്ക് ഇന്ന് തോന്നിയത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4-ാം ദിവസവും ഗോവിന്ദ പട്ടാഭിഷേകമൊക്കെ ആയതുകൊണ്ടാകും ഇനി ഇതിനേക്കാളും തിരക്കായിരിക്കും നമുക്ക് നാളെ. രുക്മിണി സ്വയംവരമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവിടുത്തെ ഒരു കൂട്ടായ്മ കണ്ടില്ലേ, അവിടെ മോട്ടർ കംപ്ലൈൻ്റ് ആയി. നമുക്ക് പാത്രം വാഷ് ചെയ്യാനും ആൾക്കാർക്ക് കൈ കഴുകാനും ഒക്കെ വെള്ളം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ പത്തിയൂരെ എല്ലാ അടിപൊളി കൂട്ടായ്മയുള്ള ചെറുപ്പക്കാർ പിള്ളേരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി പാസ് ചെയ്ത് കൊടുത്ത് ടാങ്ക് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ഒത്തൊരുമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് പ്രശ്നമായിക്കോട്ടെ അതിന് ഞങ്ങൾ ഉടനടി പരിഹാരം കാണും എന്ന് നമ്മുടെ ചെറിയ പത്തിയൂരെ പിള്ളേർ പറയാറുള്ള പോലെ തന്നെയാണ് അവർ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുകയാണ്. അവിടെ വെള്ളമില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഒറ്റ മനസ്സോടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നൊന്നുമില്ല. ഇനിയിപ്പോൾ എത്രമാത്രം തൊട്ട് വെള്ളം വേണമെങ്കിലും ഞാൻ കോരി തന്നോളാം എന്നും പറഞ്ഞ് അകത്തൊരാൾ നിൽപ്പുണ്ട്. നമ്മുടെ കിണറിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ആളിനെ ഒന്ന് കാണിച്ചു തരാം. ആൾ അവിടുന്ന് കോരി കൊടുക്കുന്ന വെള്ളം ഇവിടുന്ന് പാസ് ചെയ്ത് ചേട്ടന്മാർ സന്തോഷത്തോടെ കൊണ്ടുവന്ന് ടാങ്ക് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവിടെ എന്ത് തന്നെ കാര്യങ്ങളാണെങ്കിലും അവിടുത്തെ ഒരു ഐക്യം, എല്ലാ കാര്യങ്ങളിലൂടെ വിജയം കൈവരുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഐക്യമാണ് കേട്ടോ. അത് നമ്മൾ കാണുക തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഏതൊരു കാര്യമാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പോകണമെങ്കിൽ നല്ല ഐക്യം വേണമല്ലേ. ആ ഒരു ഐക്യത്തിന് ഉദാഹരണമാണിത് നമ്മുടെ ചെറിയ പത്തിയൂരെ പിള്ളേർ. ചെറിയ പത്തിയൂരെ പിള്ളേർ ഈ ഒരു ആവശ്യങ്ങൾക്കെന്നല്ല എന്താവശ്യങ്ങൾക്കും പൊളിയാണ് കേട്ടോ. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കിണറിനകത്ത് കിടന്ന് വെള്ളം കോരി കൊടുക്കുന്ന കണ്ടില്ലേ. നല്ല അടിപൊളി മനസ്സാണ് മച്ചാൻ നല്ല വൈബോടാണ് വെള്ളമൊക്കെ കോരി കൊടുക്കുന്നത്. അപ്പോൾ കൂടെ നിൽക്കുന്നവരും ഒറ്റ മനസ്സോടെ ചെയ്തു. അവർക്ക് ആ ഒരു വെള്ളം ഇല്ല എന്നുള്ള ഒരു പ്രശ്നം അങ്ങനെ പരിഹരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളായിരുന്നു നമ്മുടെ സപ്താഹത്തിൻ്റെ 4-ാം ദിവസമായി ഇന്ന് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ഏറെക്കുറെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് എന്താ പറയുന്നത് ഒരു 3 മണി വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സമയത്തിനുള്ളിൽ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗാക്കി പകർത്തിയെടുത്തിട്ടുള്ളത്. അപ്പം ഇവരുടെ ആ ഒരു സന്തോഷമുള്ള മനസ്സിന് 1000 നന്മകൾ നേരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒറ്റ മനസ്സോടെ ഒരൊറ്റ നിരയായിട്ട് നിന്ന് ചെയ്യുന്ന അമ്മ അവർക്ക് അനുഗ്രഹം എപ്പോഴും നൽകട്ടെ. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹം അമ്മ ചൊരിയട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വചരാചരങ്ങൾക്കും ചൊരിയട്ടെ.